നമസ്കാരം. ഈ കുറി തിരുവനന്തപുരം പിടിച്ചിരിക്കും. അത്രത്തോളം ആവേശത്തിലാണ് തിരുവനന്തപുരത്തെ BJP പ്രവർത്തകർ. ഇലക്ഷന് ശേഷമുള്ള കണക്കുകൾ അവർക്ക് വല്ലാതെ ആവേശം തരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരവും തൃശ്ശൂരും ഈ കുറി BJP കൈക്കലാക്കും എന്നുള്ള പല നിരീക്ഷണങ്ങളും പല റിപ്പോർട്ടുകളും വരുന്ന സാഹചര്യത്തിലാണ് വളരെ ആവേശത്തോടെ തിരുവനന്തപുരം പിടിക്കുമെന്ന് BJP ഉറപ്പിച്ചു പറയുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ പോളിംഗ് ആണ് തിരുവനന്തപുരത്ത് ഈ കുറി അനുഭവപ്പെട്ടത്. എന്നാൽ തങ്ങളുടെ വോട്ടുകളെല്ലാം തന്നെ കൃത്യമായി പെട്ടിയിലാക്കിയെന്നാണ് BJP അവകാശപ്പെടുന്നത്. ശശി തരൂരിന് ലഭിക്കേണ്ട വോട്ടുകളാണ് പലതും വോട്ടാവാതെ പോയതെന്നും ഇവർ പറയുന്നു. ടൗൺ മണ്ഡലങ്ങളായ തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം എന്നീ സ്ഥലങ്ങളിൽ ഈ കുറി BJP ഒന്നാം സ്ഥാനത്ത് തന്നെ ലീഡ് ചെയ്യുമെന്ന് പറയുന്നു. ഒപ്പം തീരദേശ മണ്ഡലങ്ങളായ കോവളത്തും നെയ്യാറ്റിൻകരയിലും ഇവർ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുമെന്നും പാറശാലയിലും നഗരമണ്ഡലങ്ങളെ പോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നും ഇവർ അവകാശപ്പെടുന്നു. ഏതാണ്ട് 3,70,000 വോട്ടുകൾക്ക് മുകളിൽ രാജീവ് ചന്ദ്രശേഖർ പിടിച്ച് വിജയത്തിലെത്തുമെന്നാണ് ഇവർ പറയുന്നത്. അമിത ഹിന്ദുത്വ നിലപാടുകളൊന്നും പ്രചരണത്തിന് ഉപയോഗിച്ചിരുന്നില്ല രാജീവ് ചന്ദ്രശേഖർ. മറിച്ച് വികസനവും കാര്യങ്ങൾ നടക്കും എന്നുള്ള ടാഗ്ലൈനും ഉപയോഗിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പ്രചരണത്തിനിറങ്ങിയതും. ശരിക്കുമുള്ള ത്രികോണ മത്സരം തന്നെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. കാരണം 2019 സി ദിവാകരൻ പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഈ കുറി LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പന്ന്യൻ രവീന്ദ്രൻ ലഭിക്കും എന്നും ഇവർ പറയുന്നു. ഈ വോട്ടുകളെല്ലാം ശശി തരൂരിന്റെ പോക്കറ്റിൽ നിന്നുമാണ് നഷ്ടപ്പെടുന്നതെന്നും ഇവർ അവകാശപ്പെടുന്നു. BJPക്കൊപ്പം ഒരിക്കലും നിൽക്കാത്ത തീരദേശ വോട്ടുകൾ കൃത്യമായി തന്നെ ഇത്തവണ BJPക്ക് അനുകൂലമായി ഭവിക്കുമെന്നും പറയുന്നു. എന്നാൽ ഇവിടെയൊക്കെ രണ്ടാം സ്ഥാനത്ത് എത്തുമെങ്കിലും മറ്റു 4 മണ്ഡലങ്ങളിലും BJP ഉയർന്ന ലീഡ് കരസ്ഥമാക്കുമെന്നും ഇവർ അവകാശപ്പെടുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ ബെന്നറ്റ് എബ്രഹാമിന് 28.5% വോട്ടുകളാണ് ലഭിച്ചത്. 2019 സി ദിവാകരൻ 26% ഒതുങ്ങി. ഏതാണ്ട് 2% കുറവ്. BJP പ്രവർത്തകരുടെ കണക്കെടുത്താൽ ഈ കുറി പന്ന്യൻ രവീന്ദ്രന് 28-29% വോട്ടുകൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ ശശി തരൂരിന്റെ വോട്ടുകൾ കുറയുകയും BJP വോട്ടുകൾ ക്രമാതീതമായി വർദ്ധിക്കുകയും അതിനാൽ തന്നെ BJP കൃത്യമായ വിജയത്തിലേക്ക് കിടക്കുമെന്നും ഇവർ അവകാശപ്പെടുന്നു. കഴിഞ്ഞ ഇലക്ഷനിൽ ഏതാണ്ട് 1,00,000 വോട്ടുകൾക്കാണ് കുമ്മനം രാജശേഖരനെ ശശി തരൂർ പരാജയപ്പെടുത്തിയത്. ഈ കുറി ശബരിമല എന്നുള്ളൊരു വിഷയമോ രാഹുൽ തരംഗമോ ഇല്ല. അതിനാൽ BJPക്ക് വികസനത്തിന് കിട്ടുന്ന വോട്ടുകൾ വോട്ടായി മാറുമെന്നും അതിലൂടെ വിജയത്തിലേക്ക് കിടക്കുമെന്നും ഇവർ അവകാശപ്പെടുന്നു.